തന്നെയാണെന്ന് തോന്നുന്നു വീട്. മെമ്പർ ചന്ദ്രൻപിള്ള അല്ലേ? അതെ. കേറുക. കേറി വരാനോ? ഇയാളെന്താ ഇങ്ങനെ? ഇരിക്കൂ. മനോജൻ അല്ലേ? അതെ അതെ അതെ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അത് പിന്നെ മെമ്പർ ചന്ദ്രൻപിള്ളയുടെ വീട് ചോദിച്ചാ തിരുവനന്തപുരത്ത് ആർക്കും അറിഞ്ഞൂടാത്തെ. ഇവിടത്തെ രാജാവല്ലേ ചന്ദ്രൻപിള്ള സാർ. ഇയാൾ ആരാന്ന് വെച്ചാ ഈ സംസാരിക്കുന്നേ? മാട്രിമോണിയലിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വിളിച്ച് ഒരാൾ വരുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു. മോൻ അടുത്ത മാസം ദുബായിൽ നിന്ന് വരുക. ഈ വരവിന് അവന്റെ കെട്ട് നടത്തണം. എത്ര നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ല മനോജ. അത് ശരി. എന്നാ ഈ വഴി തന്നെ പിടിച്ചു കയറാം. മെമ്പർ ചന്ദ്രൻപിള്ളയുടെ മകന്റെ യോഗ്യത അനുസരിച്ച് ഒരു പെണ്ണ് കിട്ടാനാണോ പ്രയാസം? എത്രയോ വിവാഹങ്ങൾ മുന്നിൽ നിന്ന് നടത്തിയ ആളല്ലേ ഇരിക്കുന്നേ. അയ്യോ എന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. മെമ്പറുടെ വീട് ഏതാന്ന് ചോദിച്ചപ്പോ ഒരാള് തച്ചിലേടത്ത് വീട് കാണിച്ചു തന്നു. അവിടെ ചെന്നപ്പോ വീട് പൂട്ടിക്കിടക്കുക. അവരുടെ കാലമൊക്കെ പോയില്ലേ മനോജ? ആ പെങ്കൊച്ചു പോയതോടെ അവരുടെ നാശവും തുടങ്ങി. അങ്ങനെ ഒരാൾ പറഞ്ഞു. ചന്ദ്രൻപിള്ള സാറാണല്ലേ ആ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്തത്? ആ പരമനാറി നരേന്ദ്രൻ തമ്പി അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ സഹിക്കോ? സത്യം പറയാലോ, ലച്ചുവിനെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചവനാ ഞാൻ. അവളീ നാടിന്റെ ഐശ്വര്യമായിരുന്നു. അവള് കാലെടുത്ത് വെച്ച് കയറുന്ന വീട്ടിൽ ഐശ്വര്യ ദേവത നടനമാടും. ആരാ ചന്ദ്രൻപിള്ള സാറേ അവളെ താലി കെട്ടിയത്? അതല്ലേ പെരുവണ്ണാപുരത്തമ്മയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്നത്. ദുൽഖർ സൽമാനെ പോലിരിക്കുന്ന സുന്ദരനായൊരു പയ്യന്റെ ഫോട്ടോ കാണിച്ചല്ലേ ആനന്ദവല്ലി അവളുടെ അനന്തരവൻ നരേന്ദ്രനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പ്ലാൻ ചെയ്തത്. മുഹൂർത്തത്തിന് മുമ്പ് ദേവിയായിട്ട് അവനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. പാവം കൊച്ചൻ, അവൻ ഈ വിവരമൊന്നും അറിയാതെയല്ലേ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നത്. ഞാൻ മുന്നിൽ നിന്ന് കെട്ട് നടത്തി ലച്ചുവിന്റെ കൈ പിടിച്ച് അവന് കൊടുത്തു. വലിയൊരു മനസ്സാ സാറിന്റെ. മഹാത്മാവ് എന്ന് തന്നെ പറയണം. അതെന്റെ ഒരു വാശി കൂടിയാണ് മനോജ. അല്ല, എന്നിട്ട് ചന്ദ്രൻപിള്ള സാറ് അവളെ പറ്റി അന്വേഷിച്ചൊന്നുമില്ലേ? അല്ല, ഈ വീട്ടുകാരുടെ പിന്തുണയില്ലാതെ നടന്ന വിവാഹമല്ലേ, അവരുടെ വീട്ടുകാര് ഇവരെ അംഗീകരിച്ചു എന്നറിയണ്ടേ? അതിനെന്താ സംശയം? അവന്റെ വീട്ടുകാര് അവളെ നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചു. പിന്നീട് അവനും അവളും എത്രയോ തവണ പെരുവണ്ണാപുരത്ത് വന്നിരിക്കുന്നു. ലക്ഷ്മിയുടെ മുത്തശ്ശിയുടെ ശ്രാദ്ധത്തിന് വന്നപ്പോ ഞാനല്ലേ അവർക്ക് സദ്യ വിളമ്പാൻ മുന്നിൽ നിന്നത്. മാഡം പറഞ്ഞ കഥയല്ലല്ലോ ഇയാള് പറയുന്നത്. കൺഫ്യൂഷൻ. അതെ, അവിടം കൊണ്ടൊന്നും തീർന്നില്ല മനോജ. നാണോ മാനോ ഇല്ലാതെ ആനന്ദവല്ലി അവളുടെ മരുമോളും അവന്റെ വീട്ടിൽ പോയി കുറെ ദിവസം താമസിച്ച് പിച്ച വാങ്ങിയിട്ടാ വന്നത്. നല്ലൊരു തുക അടിച്ചെടുത്തെന്നാ കേട്ടത്. കിട്ടിയ കാശ് കുറച്ച് കടക്കാർ കൊടുത്തിട്ട് സിറ്റിയിൽ വീടെടുത്ത് താമസിക്കുക. നാണം കെട്ട പരീക്ഷകള്. അതാണ് ഞാൻ അവിടെ ചെന്നപ്പോ വീട് പൂട്ടിയ നിലയിൽ കണ്ടത്. ലച്ചുവിന്റെ വിവരം അറിയാൻ ചന്ദ്രൻപിള്ളയെ പോയി കാണാനും പറഞ്ഞു. ചന്ദ്രൻപിള്ള സാറിന് ലച്ചുവായിട്ട് കോണ്ടാക്ട് ഇല്ലേ? കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചിരുന്നു. അവളുടെ ഭർത്താവ് വിവാഹ ആൽബം തേടി ഇവിടത്തെ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ആൽബം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് കൊറിയർ ചെയ്തു കൊടുത്തു. ഏത് അഡ്രസ്സിലാ? മംഗലശ്ശേരി എന്ന വീട്ടുപേര്. ബാക്കിയൊന്നും ഓർമ്മയില്ല. അപ്പോ ലച്ചു ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണോ? ഇത്രയും പറഞ്ഞിട്ട് മനോജനൊന്നും മനസ്സിലായില്ലേ? അല്ല, നമ്മള് പല കല്യാണങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത കല്യാണ കഥ. അതാ ഒരു കൗതുകം. ലച്ചുവിനെ
ദേവി സങ്കടപ്പെടുത്തില്ല. എന്താ സംശയം? പയ്യന്റെ പേരെന്താ? സഞ്ജയ് പണിക്കർ. സഞ്ജു എന്നാ വിളിക്കുന്നത്. വലിയ ബിസിനസ്സുകാരനാ. മംഗലശ്ശേരി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ എല്ലാവർക്കും അറിയാവുന്ന കുഞ്ഞൂട്ടൻ അവിടെ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞത്. കൺഫ്യൂഷൻ. അവനൊരു ആണ് തന്നെ. അവരുടെ കല്യാണ ഫോട്ടോ ഒന്ന് കാണിച്ചിരുവോ? അല്ല, ഞാനും സിറ്റിയിൽ നിന്നല്ലേ വരുന്നത്. എനിക്കറിയുന്ന പയ്യനാണെങ്കിൽ ഒന്ന് കൈ കൊടുക്കണം. അതുമല്ല, പിന്നെ കല്യാണം നടത്തിയ ചന്ദ്രൻപിള്ള സാറിനെ കണ്ട കാര്യവും പറയണം. കല്യാണ ഫോട്ടോ ഒന്നും എന്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നത് ആൽബമാ. അത് ഞാൻ ലച്ചുവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. വലിയ നിരാശയായി പോയി. ലച്ചുവിന്റെ കല്യാണക്കുറി ഇവിടെയുണ്ട്. 2 ദിവസം മുമ്പ് എന്തോ പരതിയപ്പോ എന്റെ കൈ കിട്ടിയതാ. അതൊരു ഐശ്വര്യാവെന്ന് കരുതി ഞാൻ വെച്ചതാ. അതിൽ ലച്ചുവിന്റെയും സഞ്ജുവിന്റെയും ഫോട്ടോ വെച്ച് അടിച്ചിട്ടുണ്ട്. അത് മതി. മനോജൻ ഇത്രയും ആഗ്രഹം പറഞ്ഞ നിലയ്ക്ക് ഞാൻ അവനെയും ലച്ചുവിനെയും കാണിച്ചു തരാം. എല്ലാം നന്നായിട്ട് പോണുണ്ട്. ഇതിനിടയിൽ ഈ ചന്ദ്രൻപിള്ള സാറ് കാത്തിരിക്കുന്ന മാട്രിമോണിയൽകാരൻ കയറി വന്ന് കൊളാക്കാതിരുന്നാ മതിയായിരുന്നു. ഇതാണ് കല്യാണക്കുറി. അതെ, നമ്മൾ സംസാരിച്ചിരുന്ന നമ്മുടെ വിഷയം മറന്നുപോയി. ചന്ദ്രൻപിള്ള സാർ പോയി മോന്റെ ഒരു ഫോട്ടോയും ഗ്രഹനിലയും എടുത്തുണ്ടോ? ഫോട്ടോയും ഗ്രഹനിലയും ഞാൻ അയച്ചു തന്നിരുന്നല്ലോ. അല്ല, ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പയ്യന് ലേശം പ്രായം മതിക്കും. എന്നാ പിന്നെ ഒരു 5 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ഞാൻ കൊണ്ടുവരാം. അതാ നല്ലത്. ഞാൻ അവനോട് പറഞ്ഞതാ ഒരു വിഗ്ഗൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അതെ. മാട്രിമോണിയലിന്റെ ഓഫീസിൽ നിന്നല്ലേ? അതെ. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ചന്ദ്രൻപിള്ള സാർ നല്ല കലിപ്പില്ല. അതെന്താ? പയ്യനൊരു പെണ്ണിനെ സെറ്റാക്കി. മാട്രിമോണിയലുകാരെ കണ്ട അപ്പ അയാൾ തല്ലും. രാവിലെ നല്ലൊരു ദിവസം കളയണോ? അപ്പൊ ചുമ്മാതല്ല അവനീ അയച്ച ഫോട്ടോസ് ഒന്നും ഇഷ്ടപ്പെടാത്തത്. ഇയാളെവിടെ പോയി? മനോജ, ചേട്ടാ, ഇയാളിതെവിടെ പോയി? ദൈവമേ, എന്റെ ചെറുക്കൻ ഇനി കല്യാണം കഴിക്കാനുള്ള യോഗമില്ലേ? അതെ, മോളുടെ തനിച്ചുള്ള യാത്രകളൊന്നും മമ്മിക്ക് തീരെ ഇഷ്ടാവുന്നില്ല. വഴക്ക് മുഴുവൻ കേൾക്കുന്നത് എനിക്കാ. എന്നിട്ട് മല്ലികാന്റി മമ്മിയോട് എന്തു പറഞ്ഞു? മോൾ അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോ എനിക്ക് കൂടെ പോവാൻ പറ്റുമോന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊന്നും പാടില്ലല്ലോ നന്ദനവർമ്മയ്ക്ക്. മല്ലികാന്റി അത് വിട്ടേക്ക്. അസുഖം വന്നാൽ 2 നേരം കൈക്കുള്ള മെഡിസിൻ കഴിക്കില്ലേ? അങ്ങനെ കരുതിയാ മതി. തിരിച്ചു പോണ്ടേ? എനിക്ക് സഞ്ജു ഇല്ലാതെ പറ്റില്ലെന്നായി. ഇനി എന്നെ മമ്മി കൊണ്ടുപോകണമെങ്കിൽ കൂട്ടിലടച്ച് കൊണ്ടുപോകണം. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ദൈവം കൃത്യസമയത്ത് തന്നെ ഇവിടെ വരുത്തിച്ചതായി തോന്നി. മനസ്സിൽ കരിഞ്ഞുണങ്ങിയ മോഹങ്ങള് തളിരിട്ട് വളരാൻ തുടങ്ങി. അവന്റെ മനസ്സല്ലേ മോളെ നീ കീഴടക്കേണ്ടത്? ഒരിക്കൽ പോലും നിനക്കതിന് സാധിച്ചില്ലല്ലോ. ഇപ്പൊ നിന്നോട് സഞ്ജുവിനുള്ള ഈ സോഫ്റ്റ് കോർണർ അവന്റെ കമ്പനിയിലെ ഷെയർ ഹോൾഡർ എന്നുള്ള നിലയ്ക്കാ. അല്ലായിരുന്നെങ്കിൽ മംഗലശ്ശേരിയിലേക്ക് പോകാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. എനിക്കതറിയാം. ഇപ്പൊ എനിക്ക് ആ വീടുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏത് സമയത്തും
എനിക്ക് അവിടെ ചെന്ന് കയറാം. അവരൊക്കെ എന്നെ ക്ഷണിക്കുക. ഇത്രയൊക്കെ ഞാൻ സാധിച്ചെടുത്തില്ലേ മല്ലികാന്റി, അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ. അതൊരു വലിയ കാര്യം തന്നെ. സ്വാതി നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? എനിക്കെടുത്ത് പ്രയോഗിക്കാൻ ഒരു ഉപകരണം മാത്രം അവള്. എന്റെ മനസ്സിൽ പഴയ ചിന്തകളൊന്നും ഇല്ലെന്ന് ഞാൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾക്കതറിയാം. അനിയത്തി എന്ന് പറഞ്ഞ് അവൾ കൊണ്ടു നടക്കുന്ന ആ പെണ്ണിനോട് ഞാൻ എല്ലാം തുറന്നടിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് സ്വാതിയോട് പറയാതെ അവളതറിയണം. അങ്ങനൊരു തന്ത്രം ഞാൻ പയറ്റുന്നത്. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. കല്യാണം വരെ ഇതൊക്കെ ഉള്ളൂ. അത് ഓർമ്മ വേണം. അവരുടെ കല്യാണം നടക്കില്ല. അതിനിയും മുടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ മുടക്കും. സഞ്ജു എന്റേതാണെന്ന് മല്ലികാന്റിയും പറഞ്ഞതല്ലേ? അങ്ങനെ സംഭവിച്ചു കാണാനാ മോളെ ഞാനും ആഗ്രഹിക്കുന്നത്. ജീവിക്കുന്നെങ്കിൽ പെണ്ണിന്റെ മനസ്സ് കീഴടക്കി ആണിന്റെ കൂടെ ജീവിക്കണം. അല്ലെങ്കിൽ പ്രണയിക്കാൻ പോവാതിരിക്കണം. അനുഭവം വെച്ചാ മല്ലികാന്റി പറയുന്നെന്ന് എനിക്കറിയാം. എനിക്ക് സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനായില്ലെങ്കിൽ ഈ ജന്മം എനിക്കും ആന്റി പോലെ ഒരു വിവാഹം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്റെ ജീവിതം ഒരു ട്രാജഡിയായി തീരും. മോൾ ഇപ്പൊ ഇങ്ങനെയൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാൻ കാപ്പി എടുത്ത് വെക്കാം. മോള് വാ. ഞാൻ വരാം. ആന്റി പോയിക്കോ. എന്ത് രസാ സഞ്ജു നിന്നിങ്ങനെ നോക്കി നിൽക്കാൻ. നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഈ ചിരി എന്റെ മനസ്സിൽ പതിഞ്ഞു പോയിട്ട് എത്ര കാലങ്ങളായെന്നറിയൂ. നിന്റെ മുന്നിൽ എത്തുമ്പോ ഞാൻ അലിഞ്ഞു പോവാ സഞ്ജു. I love you, സഞ്ജു. നീ സഞ്ജനയുടെ മാത്രം സഞ്ജു ആകുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം. വലിയച്ചിയുടെ പ്രഭയെ കണ്ട അവൾ ഒഴിഞ്ഞു മാറുമെന്നറിയില്ലേ? ഇനിയെങ്കിലും നിങ്ങളുടെ സൗന്ദര്യപ്പിണക്കൊന്ന് അവസാനിപ്പിച്ചൂടെ പ്രഭേട്ട? ശ്രേയക്കുട്ടിക്ക് ഇപ്പോഴും ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ അവസരത്തിൽ അവളെ സങ്കടപ്പെടുത്തരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ആരും ഒന്നും അറിഞ്ഞു വെച്ച് സംഭവിച്ചതല്ലെന്ന് പ്രവേട്ടനും അറിയാം. വിവരം അറിയിക്കാത്തതിന്റെ വിഷമമാണ് പ്രഭേട്ടനുള്ളത്. തെറ്റ് വല്യച്ഛന്റെ ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എരുതിയിൽ എണ്ണ പകരാനാണോ ദിനേശേട്ടൻ ശ്രമിക്കുന്നേ? അത് ദിനേശേട്ടൻ ശീലിച്ചു പോയതല്ലേ? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പാല വയ്ക്കാതിരിക്കുക. വിദേശത്ത് കഴിയുന്ന പ്രഭേട്ടനെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയ വല്യേച്ചി പറയാതിരുന്നത്. അതല്ലാതെ മനഃപൂർവ്വം പറയാതിരിക്കുവോ? എന്തു തന്നെ ആയാലും കഴിഞ്ഞത് കഴിഞ്ഞു. കഴിക്ക് പ്രഭേ. അത് പിന്നെ എങ്ങനെയാ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴല്ലേ ഓരോന്നും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. അയ്യോ സോറി പ്രഭേട്ട. അതുകൊണ്ടല്ല ഞാൻ കഴിക്കാത്തെ. വിശപ്പില്ല.
എന്താ പ്രഭേട്ട? രാവിലെയും പ്രഭയങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പലവട്ടം ഞാൻ പോയി വിളിച്ചതാ. പ്രഭയങ്ങള് വിശപ്പില്ലെന്ന് പറഞ്ഞു. എന്താ പ്രഭേ, നീ അതെന്നോട് പറ. മനസ്സിലടക്കി വെച്ച എങ്ങനെ അറിയാന്? അതച്ഛാ, പറ മോനെ. പരസ്പരം ഒന്നും ഉള്ളിൽ വെക്കാതെയല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്? അത് നാളെ ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ അച്ഛാ. അപ്പോ നാളെയാണോ അവളുടെ ജന്മദിനം? അതെ. മോളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാഘോഷവും ഇല്ലാതെ അവളുടെ ബർത്ത്ഡേ കടന്നു പോകുന്നത്. അതിന് പ്രഭേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? നാളെയല്ലേ ബർത്ത്ഡേ, നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാം. അതിനൊട്ടും താമസിച്ചിട്ടില്ല. നല്ല സദ്യ തന്നെ ഉണ്ടാക്കാം. ദൈവം അവളെ നമുക്ക് തിരിച്ചു തന്നതിന്റെ സന്തോഷം കൂടിയല്ലേ. നമുക്ക് കളറാക്കാം അല്ലടാ രാജു? അതിനെന്താ സംശയം? ഒരാഘോഷവും വേണ്ട, ഒന്നുമില്ലാതെ നാളത്തെ ദിവസം കടന്നു പോട്ടെ. എന്താ പ്രഭേ, അവള് കിടപ്രായി പോയതുകൊണ്ടാണോ? അതെ അച്ഛാ. തുള്ളിച്ചാടി നടന്ന എന്റെ മോള ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഒരേ കിടപ്പ് കിടക്കുന്നത്. അവൾ അതേ കിടപ്പ് കിടക്കുമ്പോൾ എനിക്കതെങ്ങനെ ആഘോഷമാക്കാൻ പറ്റും? എല്ലാവരും റൂമിൽ വന്ന് അവളെ സഹതാപത്തോടെ നോക്കും. അവൾക്കത് സഹിക്കാൻ കഴിയില്ല. സന്തോഷമല്ല, സങ്കടം അവൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. മനസ്സാഗ്രഹിക്കുമ്പോഴാ ആഘോഷങ്ങൾ വേണ്ടത്. അല്ലാതുള്ള ആഘോഷങ്ങൾ വേദനിപ്പിക്കാറേ ഉള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആരും അറിയാതെ കടന്നു പോട്ടെ. ഇവിടെ തന്നെ ആരോടും അതേപറ്റി പറയേണ്ടതാ ഞാൻ കരുതിയത്. അച്ഛൻ ചോദിച്ചാൽ എനിക്ക് പറയാതിരിക്കാനാവില്ല. പ്രഭ പറഞ്ഞു ഒരു കണക്കിന് ശരിയാ. ഒന്നിനും പോകാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോയി അവളുടെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം. ശ്രീകുട്ടിയുടെ ആഗ്രഹം അവളോടും ചോദിക്കണ്ടേ? പ്രഭ അത് പുറത്തു പറയാൻ പോലും മടിക്കുമ്പോ അവളോട് ചോദിക്കണം. അത് വേണ്ട. ബർത്ത്ഡേ അടുത്ത വർഷവും വരും, അന്ന് ആഘോഷിച്ചാൽ മതി. പ്രഭയുടെ തീരുമാനമാ ശരി. അച്ഛാ, എന്താ അമ്മോ? ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയാതെ പോയതിന്റെ വിഷമം അച്ഛനേക്കാൾ കൂടുതൽ ചേച്ചിക്കുണ്ട്. ചേച്ചി ആരോടും പറയാത്തതാ. അറിയാം, എനിക്കതറിയാം മോളെ. ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. അപ്പോ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവളുടെ അനിയത്തി മരിച്ചു പോയതിനു ശേഷം ഞങ്ങൾ അവളുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാതെ പോയിട്ടില്ല. അതൊരു ചെറിയ ആഘോഷമൊന്നുമല്ല മോളെ, ഗ്രാൻഡായിട്ടുള്ള പാർട്ടിയാ. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ അവൾക്ക് വലിയ സന്തോഷം. ഈ ബർത്ത്ഡേക്ക് അച്ഛൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് ആഘോഷമൊന്നും ഉണ്ടാവില്ലെന്ന് കഴിഞ്ഞ മാസം അവൾ എന്നോട് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു,
അമ്മു കൂടെ ഉണ്ടല്ലോ. അച്ഛൻ വീഡിയോ കോളിൽ വരാം, തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. നിനക്ക് അനിയത്തെ കിട്ടിയ ബർത്ത്ഡേ കൂടി അല്ലേന്ന് പറഞ്ഞപ്പോ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടും ഇപ്പൊ എന്റെ മോള്